കോഴിക്കോട് ജില്ലയിൽ സ്ഥിതി ചെയ്യുന്ന മനോഹരമായ ഒരു സ്ഥലമാണ് നമ്മൾ ഇന്ന് പരിചയപ്പെടാൻ പോകുന്നത്. കൊടുവള്ളിയിൽ സ്ഥിതി ചെയ്യുന്ന തൂക്കുപാലം. അധികമാർക്കും അറിയാത്ത ഒരു സ്ഥലമാണിത്. എന്നാൽ അതുവഴി പോകുന്ന ഒട്ടുമിക്ക പേരും ഈ തൂക്കുപാലത്തിന്റെ ഭംഗി ആസ്വദിക്കാൻ വേണ്ടി ഇവിടെ വാഹനം നിർത്താറുണ്ട്. അപ്പൊ നമ്മളിപ്പോൾ തൂക്കുപാലത്തിന്റെ അടുത്താണുള്ളത്. ഇതിനോട് ചേർന്ന് 2-3 കടകളൊക്കെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ചില്ലുകൂട്ടിൽ കാര്യമായ വിഭവങ്ങളൊന്നും കാണാൻ സാധിക്കുന്നില്ല. നമ്മുടെ ഈ തൂക്കുപാലത്തിന്റെ താഴെയായി ഒഴുകുന്നത് പൂനൂർ പുഴയാണ്. വളരെ പ്രസിദ്ധമായ ഒരു പുഴയാണിത്. ഈ കടയിലെ ചായക്കൊരു പ്രത്യേക രുചി എന്നാണ് നമ്മുടെ ഉണ്ണിയേട്ടൻ പറഞ്ഞത്. ഇളയമ്മയും ഞാനും പിന്നെ ഞങ്ങളുടെ കുടുംബ സുഹൃത്തായ നമ്മുടെ സ്വന്തം ഉണ്ണിയേട്ടനുമാണ് തൂക്കുപാലത്തിന്റെ ഭംഗി ആസ്വദിക്കാൻ വേണ്ടി വന്നത്. വെള്ളപ്പൊക്കം കൊണ്ട് ചില ബുദ്ധിമുട്ടുകൾ ഉണ്ടായ ഒരു സ്ഥലമാണിത്. അതുകൊണ്ടും കൂടിയാണ് ഈ ഒരു തൂക്കുപാലം ഇവിടെ പണി കഴിപ്പിച്ചത് എന്ന് പ്രദേശവാസിയായ ഒരു ചേട്ടൻ ഞങ്ങളോട് പറഞ്ഞു തന്നു. അപ്പം നമ്മളിപ്പോൾ തൂക്കുപാലത്തിൻ്റെയും അതുപോലെ പൂനൂർ പുഴയുടെയും അടുത്തായി ഇരിക്കുകയാണ്. നമുക്ക് ഈ ചായ കുടിച്ച ശേഷം മറ്റുള്ള കാഴ്ചകളിലേക്ക് കടക്കാം. നമ്മൾ ഇളയമ്മ തൂക്കുപാലത്തിലേക്ക് കടന്നിരിക്കുകയാണ് സുഹൃത്തുക്കളെ. പൂനൂർ പുഴ വളരെ ശക്തമായ രീതിയിൽ ഒഴുകിക്കൊണ്ടിരിക്കുകയാണ്. നമുക്ക് വളരെ ധൈര്യപൂർവ്വം നടക്കാൻ സാധിക്കുന്ന രീതിയിലാണ് ഇത് പണിഞ്ഞിരിക്കുന്നത് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കാരണം കോൺക്രീറ്റ് ആണിത്. താഴെയുള്ളത് കോൺക്രീറ്റ് ആണ്. നിരവധി പേരാണ് ഇവിടെ ദിനംപ്രതി ഫോട്ടോസൊക്കെ എടുക്കാൻ വേണ്ടി വന്നുകൊണ്ടിരിക്കുന്നത്. നമ്മളിപ്പോൾ ഈ തൂക്കുപാലത്തിലൂടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ചെറിയൊരു മൂവ്മെന്റ് നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. നമ്മളിപ്പോൾ തൂക്കുപാലത്തിന്റെ ഏതാണ്ട് സെൻട്രലായിട്ടാണുള്ളത്. ഇവിടെ ശരിക്ക് പറയുമ്പോൾ കൂടുതൽ ആൾക്കാരുടെ ശ്രദ്ധയിൽപ്പെടാത്ത ഒരു തൂക്കുപാലമാണിത്. പക്ഷെ നമുക്ക് കണ്ടാൽ മനസ്സിലാക്കാൻ സാധിക്കും വളരെ ആകർഷകമായ രീതിയിലാണ് ഈ തൂക്കുപാലം പണിഞ്ഞിരിക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ നമ്മൾ കോഴിക്കോട് ജില്ലയിൽ തന്നെ ഒരുപാട് സ്ഥലങ്ങളാണ് ഇതുപോലെ വളരെ വിസ്മയിപ്പിക്കുന്ന രീതിയിൽ ഉള്ളത്. നമ്മൾ തീർച്ചയായും ഒഴിവ് ദിവസങ്ങളിൽ ഇത്തരം മനസ്സിനെ റിലാക്സ് ചെയ്യിപ്പിക്കുന്ന രീതിയിലുള്ള ഇത്തരം കാഴ്ചകൾ നമ്മൾ കാണാൻ വേണ്ടി ശ്രമിക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. സുഹൃത്തുക്കളെ, നമ്മൾ തൂക്കുപാലത്തിലൂടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ഉണ്ണിയേട്ടൻ അവിടെ സെൽഫി എടുക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. മാത്രമല്ല ഇത് നമ്മളൊരു ഉച്ച സമയമാണ് നമ്മളിവിടെ എത്തിയത്. സാധാരണ രീതിയിൽ ഇവിടെ വരുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നത് ഒരുപാട് പേര് കുടുംബസമേതം വന്ന് ഫോട്ടോസും ഒക്കെ എടുക്കുന്ന കാഴ്ചകളൊക്കെ നമുക്ക് കാണാൻ സാധിക്കും. തൂക്കുപാലത്തിൻ്റെ 2 സൈഡുകളിലായി സേഫ്റ്റിക്ക് വേണ്ടി നമുക്ക് കാണാൻ സാധിക്കുന്നത് കമ്പി വേലി കൊണ്ടാണ് ഇവർ ഇവിടെ പണി കഴിപ്പിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഈ ഒരു തൂക്കുപാലത്തിൻ്റെ മറ്റ് കാര്യങ്ങളൊക്കെ നമ്മുടെ ഉണ്ണിയേട്ടനോട് ചോദിച്ച് മനസ്സിലാക്കാം. കോഴിക്കോട് സിറ്റിയിലുള്ളിൽ നിന്ന് ഒരു 15 കിലോമീറ്റർ ഉള്ളിലായിട്ട് കുന്നമംഗലത്തിൻ്റെയും കൊടുവള്ളിൻ്റെയും ഉള്ളിലായിട്ട് സെൻട്രലായിട്ട് ഒരു തൂക്കുപാലം വളരെ വർഷങ്ങൾക്ക് മുമ്പേ അക്കരയ്ക്ക് കിടക്കാൻ വേണ്ടിയിട്ട് അവിടെയുള്ള ജനങ്ങൾക്കൊരു പാലം ഉണ്ടാക്കിയാണ്. വളരെ അധികം സന്ദർശകരൊക്കെ അവിടെ വന്നു പോകുന്നുണ്ട് കാണാൻ. ഈ തൂക്കുപാലത്തിൻ്റെ മെയിൻ റോഡ് സൈഡ് വയനാട്ടിലേക്ക് പോണ റോഡ് സൈഡ്, അതായത് താമരശ്ശേരി റോഡിൽ വയനാട്ടിലേക്ക് പോണ റോഡ് സൈഡിലാണ് ഈ പാലം സ്ഥിതി ചെയ്യുന്നത്. അടിപൊളി പാലമാണ്. നമ്മുടെ പാലത്തിൻ്റെ അടിയിൽ വന്ന് നോക്കിയാൽ അടിപൊളി പാലമാണെന്ന് നമുക്ക് മനസ്സിലാകും. അതായത് അടി കുറച്ച് പൊളിഞ്ഞിട്ടുണ്ട്. ഇത്തിരി മെയിൻ്റനൻസ് വർക്ക് ഇതിൽ ആവശ്യമാണ് എന്ന് തോന്നുന്നു. അത് നമുക്ക് പ്രഥമ ദൃഷ്ടിയാൽ അടിപൊളി എന്നുള്ള വാക്ക് നല്ല ഒരു പാലം എന്നുള്ള അർത്ഥത്തിൽ തന്നെ എടുക്കാൻ സാധിക്കും. എന്നിരുന്നാലും ചില മെയിൻ്റനൻസ് വർക്കുകൾ ഈ പാലത്തിൽ വേണ്ടപ്പെട്ട അധികാരികൾ എത്രയും പെട്ടെന്ന് ചെയ്യേണ്ടത് നിർബന്ധിതമായ ഒരു കാര്യം തന്നെയാണ്. പാലത്തിൻ്റെ അടിയിലുള്ള ചില ഭാഗങ്ങളൊക്കെ തുരുമ്പ് പിടിച്ചതായിട്ടാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്.
കണ്ടമാനം സ്കൂൾ കുട്ടികളും കോളേജ് കുട്ടികളും ടൂറിസ്റ്റുകളും എല്ലാം വന്ന് ഈ തൂക്കുപാലത്തിൻ്റെ മുകളിൽ നിന്ന് ഫോട്ടോ ഷൂട്ട് ചെയ്യുന്ന സ്ഥലങ്ങളാണ്. അടിയിൽ കൂടെ നല്ലൊരു പുഴ, പൂനൂർ പുഴ ഒഴുകിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഭയങ്കര കാഴ്ചയാണ്. നല്ലൊരു ആക്ഷനോട് കൂടിയിട്ടുള്ളൊരു തൂക്കുപാലാണ് ഇത്. സുമാർ ഒരു 35 മീറ്റർ ഈ തൂക്കുപാലത്തിൻ്റെ അളവ് വരുന്നത്. ഒരു 4 ഫൂട്ട് വീതി, ഒരു 35 മീറ്റർ നീളം. വർഷങ്ങൾക്ക് മുമ്പേ പണി ചെയ്തതാണ്, പിന്നെ പുതുക്കി പണി ചെയ്തു. തീർച്ചയായും നമ്മുടെ മനസ്സിനെ ഒന്ന് ശാന്തമാക്കാനും ആനന്ദം പകരാനും വേണ്ടി നമുക്ക് സെലക്ട് ചെയ്യാൻ സാധിക്കുന്ന ഒരു നല്ല സ്ഥലം തന്നെയാണ് പൂനൂർ പുഴ. ഈ തൂക്കുപാലത്തിൻ്റെ പ്രശസ്തി മനസ്സിലാക്കി വിവിധ സ്ഥലങ്ങളിൽ നിന്നും നിരവധി പേരാണ് ദിനംപ്രതി ഇവിടേക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. തീർച്ചയായും നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത് പ്രകൃതിയോട് വളരെ അടുത്ത് നിൽക്കുന്ന കാഴ്ചകൾ തന്നെയാണ്. അതായത് പുഴയും വളരെ വ്യത്യസ്തമായ രീതിയിലുള്ള പച്ചപ്പുകളും ഒക്കെ ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. പ്രകൃതി ഭംഗി ആസ്വദിക്കാൻ ആഗ്രഹിക്കുന്ന സുഹൃത്തുക്കൾ തീർച്ചയായും വരേണ്ട ഒരു സ്ഥലം തന്നെയാണ് ഇത്. പൂനൂർ പുഴ വളരെ ആകർഷകമായ രീതിയിൽ ഒഴുകിക്കൊണ്ടിരിക്കുകയാണ്. അതേപോലെ തൂക്കുപാലത്തിൻ്റെ അടുത്തായി നമുക്ക് വിശ്രമിക്കാനുള്ള ഇരിപ്പിടങ്ങളും കാണാൻ സാധിക്കുന്നുണ്ട്. ഇവിടെ പ്ലാസ്റ്റിക് ബോട്ടിലുകളൊക്കെ നിക്ഷേപിക്കാനുള്ള ഒരു പ്ലാസ്റ്റിക് ബോട്ടിൽ ബൂത്ത് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. വളരെ ശുചിത്വപരമായി പരിപാലിക്കുന്ന ഒരു സ്ഥലം തന്നെയാണ് ഇത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇദ്ദേഹം കാളിദിക്ക ഈ ഒരു ഷോപ്പിന്റെ ഓണറാണ്. ഇവിടെ തൂക്കുപാലത്തിൽ പലരും വന്നു പോലുണ്ട്. ഒരു പ്രയാസമില്ലാതെ എല്ലാവരും ഇവിടെ എല്ലാ കണ്ടുടന്ന് കണ്ടിരുന്ന് സംസാരിക്കാണ്ട് സന്തോഷത്തിൽ ആത്താൽ പോകലുണ്ട്. ഒരു വിഷമത്തിലുണ്ടാവില്ല. മറ്റുള്ള പ്രശ്നങ്ങൾ കൊണ്ടോ കുടുംബസമേതം വരുന്നത് കൊണ്ടോ ഒരു പ്രയാസവും ഈ നാട്ടിൽ നിന്ന് വരുന്നവരിൽ നിന്നൊന്നും ഉണ്ടാവില്ല. ഈ പൂനൂർ മുറിച്ച് കിടക്കാനുള്ള ചെറിയൊരു 18 വർഷമായിട്ടുള്ള ഒരു പാലാണ്. പിന്നെ അപ്പുറത്തുള്ള വീട്ടുകാർക്കെല്ലാം താമസിച്ച് പോകാനുള്ള ഒരു സൗകര്യങ്ങൾ വെള്ളപ്പൊക്കം വരുന്ന സമയത്തൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും പോകാനുള്ള സൗകര്യം 18 വർഷങ്ങളായി തൂക്കുപാലമുണ്ട്. ഒരു പ്രയാസങ്ങൾ ഇപ്പല്ല. ഇപ്പൊ ചെറിയ മെയിൻ്റനൻസ് നടക്കാനുള്ള പരിപാടികളൊക്കെ പഞ്ചായത്ത് ചെയ്യുന്നുണ്ട് അടുത്തായിട്ട്. പൂനൂർ പുഴയുടെ മുകളിലായി സ്ഥിതി ചെയ്യുന്ന ഈ ഒരു മനോഹരമായ തൂക്കുപാലത്തെ കുറിച്ചുള്ള ഈ വീഡിയോ പ്രിയ സുഹൃത്തുക്കൾക്ക് ഇഷ്ടമായി എന്ന് പ്രതീക്ഷിക്കുകയാണ്. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. ബൈ.